ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എഡിബിൾ മെമ്മറീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ബൗൾ എടുക്കുക. അതിനകത്തേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കപ്പ് മെഷർമെൻറ്റിൽ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് മൈദ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 250 ml കപ്പാണ്. അതിനകത്തേക്ക് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ നമ്മൾ മൈദ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി വെച്ച് വിസ്ക് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്താലും മതി. വേറൊരു ബൗൾ എടുക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം. ഒട്ടും നനവൊന്നും പാടില്ല. അപ്പോൾ എടുക്കുന്ന വിസ്കും അതുപോലെ തന്നെ നനവൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള വിസ്ക് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 2 മുട്ടയാണ്, അത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിട്ട് വരും. നല്ല വൈറ്റ് കളറായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇടുന്നത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ പൊടിക്കുന്നതിന് മുമ്പുള്ള അളവാണ് 1/2 കപ്പ്. പൊടിച്ച് കഴിയുമ്പോഴേക്കും അളവ് കൂടും. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്നത് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ആയിരിക്കണം. എന്നാലേ നല്ലപോലെ മിക്സ് ആവുള്ളൂ. പഞ്ചസാര നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് പാല് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പാലെടുക്കുമ്പോഴേക്കും തിളപ്പിച്ച് ആറ്റിയ പാല് വേണം യൂസ് ചെയ്യാനായിട്ട്. ചൂടോടെ ആഡ് ചെയ്യരുത്. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും പാലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോകാനായിട്ട്. അപ്പോൾ ഈ കേക്ക് നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കർ 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം 30 to 45 മിനിറ്റ്സിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 35 മിനിറ്റ്സ് ആയപ്പോഴേക്കും
എൻ്റെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം അനുസരിച്ചിട്ട് ചിലപ്പോൾ ചേഞ്ചസ് വരും. അപ്പോൾ നല്ലപോലെ പെർഫെക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് 4 ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഐസിങ് ചെയ്യാനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് വിസ്ക് വെച്ചിട്ട് തന്നെയാണ്. വിസ്ക് വെച്ചിട്ട് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിഫായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 രീതിയിൽ ഐസിങ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്ത് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നേരിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഐസിങ് ചെയ്തെടുക്കാം. ഇനി നേരിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഐസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെയേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തേക്കുന്ന ചോക്ലേറ്റ് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല ഇവിടെ. ഇനി നമുക്ക് എല്ലാ ലെയേഴ്സും ഇതുപോലെ തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ ലെയറും വെച്ചിട്ട് നമുക്ക് കേക്കിന് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ലെയറും കൂടി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ഇത് മുകളിൽ നിന്നും ഡ്രിപ്പിംഗ് ചെയ്ത് ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും. അപ്പോൾ അങ്ങനെ കട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് പയ്യെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലൂസായി വരും. അപ്പോൾ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് കട്ടിയാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ഒരു റോസറ്റ്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ ബോൾസ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് ചോക്കോ സ്പ്രിങ്കിൾസ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
താങ്ക് യു ഫോർ വാച്ചിങ്.